ഇവര് രണ്ടുപേരും ചതിച്ചു. ഞാൻ പക്ഷെ ട്രെൻഡ് പിടിക്കാൻ നോക്കിയതാ. ഇപ്പൊ ഞാൻ ആരായി? അവിടെ ആരും വലിയ സെറ്റപ്പ് ഒന്നുമില്ല, എല്ലാവരും ഈക്വല്. മോനെ ഇത് കടല, എടുത്തിട്ട് കഴിഞ്ഞാൽ ചത്തുപോകും. വെള്ളത്തിന്റെ അടിയിലല്ല, വെള്ളത്തില്. ഈ പടം എന്ന് തീരും മല്ലയ്യ. മാക്സിമം ആത്മാർത്ഥ കാണിച്ച് ചെയ്യുമ്പോ ചിലപ്പോ ശരിയായില്ലെങ്കിൽ അതെന്ത് കോപ്പത്. എന്റെ ഈഗോ ഒക്കെ ട്രിഗർ ആയിരുന്നു റിസൾട്ട്. I don't want this. ഈ സ്റ്റെപ്പടാ, ഈ സ്റ്റെപ്പ് ഇടിക്ക്. Why are you making him fall so many times? കടലിൽ തിരിച്ചു വരും, മനുഷ്യർക്ക് തിരിച്ചു വരാൻ കുറച്ച് സമയം പിടിക്കും. സത്യം പറഞ്ഞ എനിക്ക് അതെന്താ മനസ്സിലായില്ല. Now he is acting. അണ്ണ തലവരെ RDX ഞാൻ എത്ര മണിക്കൂറാണ് ലേറ്റ് ആയിട്ട് വന്നത്? 3 മണിക്കൂറല്ലേ ലേറ്റ് ആയുള്ളൂ. കൊണ്ടൽ ടീം വെൽക്കം. Thank you. രണ്ടുപേർക്ക് ഓണം വന്നിട്ടുണ്ട്, നമുക്ക് ഇതുവരെ എത്തിയിട്ടില്ല. നമ്മുടെ റിലീസ് സമയത്തിന് ഓണം ആഘോഷിക്കാം. ഇവര് രണ്ടുപേരും ചതിച്ചു. ഇവര് മുണ്ടാണ് എന്റെ അടുത്ത് പറഞ്ഞില്ല. ഷബീർ എന്താ പറയാ, പുഷ്പങ്ങളും ലതകളും അവിടെ പല യക്ഷഗാനത്തിന്റെ കുറെ. ഞാൻ പക്ഷെ ട്രെൻഡ് പിടിക്കാൻ നോക്കിയത്. ഇപ്പൊ ഞാൻ ആരായി? എന്തായാലും കഴിഞ്ഞ കൊല്ലം ഓണത്തിന് ഗോതയിൽ ഇറങ്ങിയ ഒരു വില്ലനും ഒരു ഹീറോയും ഇപ്രാവശ്യം നിങ്ങൾ സ്നേഹിച്ചിരിക്കുന്നു. അദ്ദേഹം കണ്ണൻ ഭായ്. അപ്പൊ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് യു ആൻഡ് ദെൻ വിൽ കം ടു യു. വെൽക്കം വൺസ് അഗൈൻ മലയാളം സിനിമയിലേക്ക്. സോ കൊണ്ടൽ എന്ന ഈ കഥ അജിത് ആൻഡ് സോഫിയ പോൾ പറയുമ്പോൾ ടെർബോയിൽ നിന്നും തിരിച്ച് മലയാളത്തിലേക്ക് വരാനായിട്ട് ഐ നോ നിങ്ങൾ ഭയങ്കര ഷൂട്ടിംഗ് ബഹളവും ഒക്കെ നടക്കുന്ന ഒരാളാണ്. ഇതിൽ കൊണ്ടലിനെ മനസ്സിലേക്ക് എത്തിക്കാൻ എന്തായിരുന്നു? Actually, it's a very good team. The producer of the film. ഇതിനു മുമ്പ് RDX ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ ഡേയ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് I think I love him. We won the Filmfare Award together and our film released on the same year, I think. അങ്കമാലി പിന്നെ എന്റെ ഒന്നുമുട്ട കഥ. So from that day maybe he doesn't know me. പക്ഷെ ഞാൻ അങ്കമാലിയുടെ നീ അറിയാണ്ട് എത്ര ഫാൻസ് വേറെ ബോർഡർന്നാണ്. ഞാൻ പുള്ളിയുടെ മറ്റേ ഗരുഡ ഗമനം പടം ഒരു രക്ഷയുണ്ടായിരുന്നില്ല പടം. എല്ലാ ഷെട്ടികളും ഒരുമിച്ച പടമല്ലേ. One reason is him, another reason is the producer. പിന്നെ അജിത്ത് he wanted me in this role. എനിക്ക് അറിയില്ലേ, I was like, I was trying to escape most of the time. പിന്നെ he kept on insisting and I cannot say no to a very director who has a lot of conviction. So I'll do. It's a very important role. Like maybe screen time, I really think about screen impact. ഈ ക്യാരക്ടർക്ക് ഒരു ഇമ്പാക്ട് ഉണ്ട് പടത്തിൽ, ഒരു സ്റ്റോറിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ട്. So that's the reason I said yes to the project. പെപ്പെ, എല്ലാ കൊല്ലവും മാവേലി മാതിരി ഓണത്തിന് ഒരു സിനിമ ഇതിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരുന്നു? ഫ്രം RDX ഒരു ഫിസിക്കലി വളരെ സപ്പോർട്ടീവ് അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് വളരെയധികം സ്ട്രെനുവസ് ആയിട്ടൊരു സിനിമയെന്നാണ് കൊണ്ടലിലേക്ക് വരുന്നത്. ഇത് മിക്കവാറും 80% വെള്ളത്തിന്റെ അടിയിൽ ഷൂട്ട് ചെയ്തൊരു സിനിമ. വെള്ളത്തിന്റെ അടിയിലല്ല, വെള്ളത്തിൽ. എനിക്കൊരു ഇതുണ്ടായിരുന്നു, കാരണം ഈ കടലിൽ പോയിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്യും എന്നുള്ളൊരു സംഭവം നമുക്ക് ഒരു ഐഡിയ ഉണ്ടായി. അജിത്തിന്റെ അടുത്ത്, ഡയറക്ടറിന്റെ അടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ട്, ഇത് എങ്ങനെയാണ്, അതിന് സ്വിമ്മിംഗ് പൂളിലാണോ നമ്മൾ ചെയ്യാൻ അപ്പൊ അവൻ പറഞ്ഞോ കടൽ. ആദ്യം ഞങ്ങള് ഷൂട്ട് തുടങ്ങിയത് ഇവിടെ കൊല്ലം 5 തെങ്ങ് ട്രിവാൻഡ്രം ഉണ്ടായത്. അവിടെയാണ് ഷൂട്ട് തുടങ്ങിയത്, കര പോർഷൻസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 1 മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വന്നിട്ടില്ലേ കടലിലേക്ക് രാവിലെ? അതുണ്ട്. ഞങ്ങള് ഫസ്റ്റ് കടലിൽ ഷൂട്ട് ചെയ്യണത് രാമേശ്വരത്താണ്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ഇവിടെ നിന്ന് തന്നെ കാറിൽ 18 മണിക്കൂറാണ് അത്ര വണ്ടിയൊക്കെ ഓടിച്ച് അവിടെ പോയി. നല്ല രസമാണ്, ഡ്രൈവൊക്കെ അടിപൊളി. അവിടെ ചെന്ന് ഞങ്ങൾ ഷൂട്ട് കൊടുക്കും, മഴ പെയ്യും. അതായത് കടലിലേക്ക് ഞങ്ങൾ ബോട്ടായിട്ട് ഇറങ്ങും, ഒരു ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പം മഴ പെയ്യും. അങ്ങനെ ഒരു 7 ദിവസം ഞങ്ങൾ അവിടെ കിടന്നു. അവസാനം ഫുൾ പ്രാന്തായി. ഈ പടം എന്ന് തീരും മല്ലയ്യ. അങ്ങനത്തെ ഒരു സെറ്റപ്പായി. ഒരു 3-4 ദിവസം വെറുതെ റൂമിലിരിക്കുക, എങ്ങനെ ചെയ്യും. അങ്ങനെ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഈ ഫുൾ കാറ്റും പിന്നെ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം ആകെ, പിന്നെ മഴയൊക്കെ പെയ്തിട്ട് നമ്മൾ ഭയങ്കര ഒരു ഡാർക്ക് മൂഡിലേക്കായി. അങ്ങനെ അവസാനം പിന്നെ പ്രൊഡക്ഷനൊക്കെ തീരുമാനം എടുത്ത് നമുക്ക് കൊല്ലത്ത് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഒരു ആശ്വാസം, കേരളത്തിലേക്ക് വന്നൂലോ, അറിയുന്ന കടലാണല്ലോ. അങ്ങനെ ഞങ്ങൾ കൊല്ലത്ത് വന്ന് പിന്നെ പരിപാടി തുടങ്ങി. ആദ്യത്തെ ഭയങ്കര ടഫായിരുന്നു. ആദ്യം ഈ കടല്, കടൽ ചുരുക്കം, എന്താ പറയാ, ഈ ബോട്ട് ഇങ്ങനെ ആടുമ്പോ തലകറക്കം. എനിക്ക് ഛർദി വന്നില്ല, പക്ഷെ എനിക്ക് തലകറക്കമായിരുന്നു. അപ്പൊ ആദ്യത്തെ ഒരു 5 ദിവസം ശരിക്കും കഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ മാറി. പിന്നെ ഇടയ്ക്ക് വെച്ച് ഒരു ബ്രേക്ക് വന്ന പെട്ട്, പിന്നെ വരുമ്പോ പിന്നെ സ്റ്റാർട്ട് ചെയ്യും പരിപാടി. പിന്നെ രാത്രി കിടക്കുമ്പോണ്ടല്ലോ ഈ ബെഡൊക്കെ. അത് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്
ബെഡിൽ ഞാൻ വെള്ളത്തിലാണ്. എന്നിട്ട് അയ്യോ നമ്മൾ പേടിച്ചു പോകും. അങ്ങനെ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു. വേറെ കുറെ ആൾക്കാർ ഫുള്ള് ഛർദി. ഇതിന്റെ ഇടയിൽ നമ്മൾ വർക്ക് ചെയ്യണമല്ലോ. അതെ, അഭിനയിക്കണല്ലോ, ഷൂട്ട്, ഫൈറ്റ്. അതെ, ഷബീറിലേക്ക് വരുമ്പോ ഡാൻസിങ് റോസ് കഴിഞ്ഞ് കണ്ണൻ ബായി കഴിഞ്ഞ് ഇതിലേക്ക് എത്തുമ്പോൾ ഞാൻ കേട്ട ഒരു കഥയുണ്ട്. അതായത് ജിമ്മ് സെറ്റായി, ഇനി ഞാൻ വീട് എടുത്തിട്ട് ഞങ്ങൾ കൊച്ചിയിൽ ഷൂട്ടിന് വരാമെന്ന് പറഞ്ഞു. I always prioritize my fitness. That's always been my priority. It's like brushing my teeth. അയ്യോ ഒരു കാര്യം, ഇത് ഭ്രാന്തനാട്ടെ ഫിറ്റ്നസിന്റെ പേരില്. അതായത് നമ്മുടെ ഷൂട്ട് കഴിയുമ്പോൾ ചില ദിവസങ്ങളിൽ രാത്രിയാ. എന്നിട്ട് എന്നെ ഇപ്പൊ ട്രെയിൻ ചെയ്യണ ഈ പുതിയ പടത്തിൽ ട്രെയിൻ ചെയ്യണ ആളുടെ ജിമ്മാണ് കൊല്ലത്ത്. രാത്രിയൊക്കെ പോകുന്നു, 12 മണിക്കും 1 മണിക്കൊക്കെ ഇത് കഴിഞ്ഞിട്ട് പോകും. അയ്യോ അത് ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോ പറഞ്ഞു. ഇല്ല, ജനറലി ഫസ്റ്റ് തിങ് ഐ ലുക്ക് ഇസ് ആദ്യം നോക്കുന്നത് ഹോട്ടലിൽ ജിം ഉണ്ടോ, ഹോട്ടൽ ജിമ്മിൽ എടുത്ത് ചെയ്താൽ ജിമ്മ് ഗൂഗിൾ ചെയ്യും. ദെൻ ഐ ഫൈൻഡ് ഔട്ട്. ബട്ട് ടു ബി ഓണസ്റ്റ് വിത്ത് ദിസ് ലൈക്ക് നമ്മൾ പെപ്പെ പറഞ്ഞ മാതിരി ഇനീഷ്യലി ആ ബോട്ടിന്റെ സംഭവം എനിക്ക് whenever I get up I'm like okay ഇതെന്താ ഇങ്ങനെ ആടുന്നത്. Initially it was there ഒരു 3-4 days, then we got used to it. അതെ, നിങ്ങൾ 3 ഷെട്ടികളിൽ ഒരാളാണ് കന്നഡ സിനിമ ഐ തിങ്ക് ഒരു പുതിയ റെവല്യൂഷനിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ഞാൻ എവിടെ എഴുതി കണ്ടു താങ്കളുടെ സിനിമകളിൽ താങ്കളുടെ ഈ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ് മിക്കവാറും സിനിമകളിൽ വരിക എന്നുള്ളത്, എസ്പെഷ്യലി സദേൺ ദക്ഷിൺ കന്നഡ. അപ്പോൾ അതിൻ്റെ ഒരു റെഫറൻസസ് എന്തായിരുന്നു ഈ തങ്ങളുടെ സിനിമകളിൽ, താങ്കളുടെ റൈറ്റിംഗ്? എന്താ വെച്ചാൽ ഞാൻ ഒരു ഔട്ട്സൈഡർ ആണ്. എന്റെ ആക്ച്വലി ഐ ആം ഫ്രം മാംഗ്ലൂർ, ബട്ട് അവിടുത്തെ ലാംഗ്വേജ് ആണ് തുളു. എന്റെ മദർ ടങ് ആണ് തുളു. തുളുവിൽ ലിപി ഇല്ല, അറിയാം? ഇപ്പൊ ഉണ്ട്, ഓൾമോസ്റ്റ് ലൈക്ക് മലയാളം. ബട്ട് ആസ് എ ചൈൽഡ് ദ ഫസ്റ്റ് ലാംഗ്വേജ് ഐ ലേൺഡ് വാസ് കന്നഡ because I was brought up in a certain different part of Karnataka, ഭദ്രാവതി ഷിമോഗ അടുത്ത്. ഞാൻ പറഞ്ഞില്ല ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ വരുമ്പോൾ ആക്ച്വലി ഐ വാസ് എ ഔട്ട്സൈഡർ എവറിവെയർ. അവിടെ പോയാൽ എന്റെ കൾച്ചർ വേറെയാണ്, ഇവിടെ വന്നാൽ എന്റെ ലാംഗ്വേജ് വേറെയാണ്. So I was always an outsider. That's the reason you find that the element of an outsider and insider will be always there in my film. Even with Garuda Gamana, the police alkar actually he comes from outside and he is never accepted by anyone. And even if Shiva is actually, you don't know where he has come from. Ee oru element eppozhum emotionally if you see that element will always be there. Correct. And with that culturally, if you are an outsider, you have a fascination towards the culture. Even though I was from the culture, I was an outsider. Oh, that is a different വേറെ സ്റ്റോറിയാണ് സത്യം. So the moment I come, I observe everything very deeply because I am from no culture. അവിടെ പോയാലും ഞാൻ ഔട്ട്സൈഡർ, ഇവിടെ വന്നാലും ഞാൻ ഔട്ട്സൈഡർ. പക്ഷെ കൊണ്ടലിന് വളരെയധികം ഇൻസൈഡർ. അജിത് മാമ്പള്ളി പറഞ്ഞിട്ട് ഒരു അക്ഷരം പറയാൻ പാടില്ല അദ്ദേഹത്തിന്റെ റോളിനെ കുറിച്ച്. അപ്പോ ഇവരുടെ കൂടെ ഇരിക്കുമ്പോ, അതായത് ദിസ് ഓൾസോ ന്യൂ ഡയറക്ടർ, താങ്കളും ഇതുമാതിരി ഒരു മൊട്ടേക്കഥ തുടങ്ങിയ ഒരാളാണ്. അത് കഴിഞ്ഞ് യു വർക്ക് വിത്ത് ഓൾസോ ന്യൂ കമേഴ്സ്. അപ്പോ ഹൗ വാസ് വിത്ത് ഷബീർ ആൻഡ് പെപ്പെ? They are darlings. First of all, I have seen his film and loved his role. നമ്മുടെ ഡാൻസിംഗ് റോൾ. And I also asked like, how did you do? I keep on asking. ഞാൻ ഒരു ഫിലിമിന്റെ സ്റ്റുഡന്റ് ആണ് എപ്പോഴും. So I keep on asking like, how did you do that? How did you? You know, and he kept on answering about. And the more we discussed only about that. I think I worked with him in the first schedule. And I worked with him in the second schedule only. അതെ, എനിക്ക് ഓർമ്മയില്ല ഞാൻ ഏത് ഷെഡ്യൂളാണ്. അതെ, അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇത് അജിത്ത് എന്നോട് പറഞ്ഞു, അതായത് ഈ സിനിമ മൊത്തം ഒരു 80% വെള്ളത്തിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പണി കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ പറ്റില്ല, നിങ്ങൾ ബോട്ടിൽ തന്നെ ഇരിക്കണം. നിങ്ങൾ എല്ലാവരുടെയും സീറ്റ് എന്താ പറയാ, പല മത്സ്യത്തൊഴിലാളികളുടെ മാതിരി എല്ലാവരും ഒരുമിച്ച് കൂടെ ഇരുന്നു എന്നാണ് ഞാൻ കേട്ടത്. വേറെ ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ പിന്നെ കടലിലിറങ്ങി നിൽക്കേണ്ടി വരും കാരണം പിടിച്ചുകൊണ്ട്. വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ ഏറ്റവും കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ എന്തെങ്കിലും അർജന്റായിട്ട് 1-2 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഓപ്പൺ ആയിട്ട് പറയണതാണ്. അതായത് ഞാൻ മാത്രമല്ല, എല്ലാവരും ഈക്വലോ എന്നുള്ളൊരു സാധനം കിട്ടിയത് അവിടെ ആരും വലിയ സെറ്റപ്പ് ഒന്നുമില്ല, എല്ലാവരും ഈക്വല്. മോനെ ഇത് കടല എടുത്തിട്ട് കഴിഞ്ഞാൽ ചത്തുപോകും, അതുകൊണ്ട് വലിയ ഷോ ഒന്നും കാണിക്കണ്ട. പക്ഷെ ഒരു ഈക്വാലിറ്റി നമുക്ക് അവിടെ ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് അല്ല, പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഇരിക്കല്. പിന്നെ മറ്റേ ഇത് നമ്മളിപ്പോ ഒന്നിന് പോകണമെന്നുണ്ടെങ്കിൽ
അതെ, അവിടെ ഒരു കയറുണ്ട് ബോട്ടിൽ, അത് ഇറങ്ങി നിൽക്കണം. ചിലര് ഇവിടെ നിന്ന് തന്നെ കാര്യം സാധിക്കും. ഞാനൊക്കെ ആദ്യം പേടിച്ചിട്ട് ഇപ്പുറത്ത് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി കയറിനെ പിടിച്ചിട്ട് നമ്മള് ഇതായി. പക്ഷെ രണ്ടിന്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാ. നമ്മൾ പിടിച്ചു നിർത്തേണ്ടി പറ്റില്ല, ഭയങ്കര പാടാ. ഇത് എല്ലാവരും ഞാൻ സമ്മതിച്ച്, ഒന്നും പറയാനില്ല. പുറത്താണെങ്കിൽ ഇവിടെ അതല്ല, ഷോർട്ടില്ലെങ്കിൽ അവിടെ വന്ന് എല്ലാവരും ഇങ്ങനെ കളി. I had a very less portion in the ocean. And when I saw him, and he was very comfortable. He was like, be this, and I was like, bro, like they were so comfortable. അജിത് വാസ് ടെല്ലിങ്, ഈ പ്രകൃതിയുടെ സ്വഭാവത്തിന് അല്ലെങ്കിൽ കടലിന് 3 തരം സ്വഭാവമുണ്ട്. രാവിലെ, ഉച്ചയ്ക്കും രാത്രിയും ഡിഫറെൻറ്റ് ഒരു സ്വഭാവമുള്ളൊരു ഒരു ഇതാണ്. അപ്പോൾ അത് വെച്ച് മനുഷ്യരുടെ സ്വഭാവം മാറും എന്നാണ് പറഞ്ഞത്. കാരണം നമുക്ക് ദേഷ്യം വരും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ദേഷ്യം വരലൊന്നും ഇറിറ്റേഷൻ, ബിക്കോസ് ഈ ലൈറ്റ് മാറും, ലൈറ്റ് ചൂടുമ്പോ ചൂടായിരിക്കും, അത് മാറി ഏത് നേരം ഇങ്ങനെ കടല് മാറിക്കൊണ്ടേയിരിക്കും. അത് ഇപ്പൊ നമുക്ക് അത് പ്രകൃതിയുടെ അതല്ല. അപ്പൊ മനുഷ്യരുടെ സ്വഭാവം ഒപ്പം മാറിയ തിരിച്ചു കടലിൽ തിരിച്ചു വരും, മനുഷ്യർക്ക് തിരിച്ചു വരാൻ കുറച്ച് സമയം പിടിക്കും. മനുഷ്യരുടെ സ്വഭാവം മാറണമെന്നൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പെട്ടെന്ന് നമുക്ക് ഇറിറ്റേഷൻ എപ്പോഴും വരുമല്ലോ. അത് വരും, പക്ഷെ അത് പറഞ്ഞുകൊണ്ട് വർക്ക് ചെയ്യാതിരിക്കും. നമ്മള് വർക്ക് ചെയ്യുമ്പോൾ മാക്സിമം നന്നായിട്ട് ചെയ്യാന്നുള്ളതല്ലേ. എന്തൊക്കെ ഉണ്ടായാലും അതൊക്കെ അവിടെ മാറ്റി വെച്ച് ഇതില് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക. അതിന്റെ ഇടയിലാണ് മറ്റേ ഈ ചില കുറച്ചുള്ളിലേക്കൊക്കെ പോകുമ്പോ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആടും. അയ്യോ, അത് എല്ലാവർക്കും പാടാ. ക്യാമറ ചെയ്യണ ദീപക്കേട്ടനൊക്കെ സമ്മതിക്കണം. കാരണം പുള്ളി ഓൾറെഡി ആട്ടം ഉണ്ട്, ഞങ്ങൾ നിന്ന് അടിക്കൊണ്ടിരിക്കുക. പുള്ളി അതൊക്കെ കണ്ട ഭയങ്കര പാടാ. അതൊക്കെ ക്യാമറ വെയിറ്റ് അല്ലേ. 80% വെള്ളത്തിലും 20% കര എന്ന് പറഞ്ഞ ആംഫിബിയൻ സ്റ്റോറിയാണ് സത്യം പറഞ്ഞ. എനിക്ക് അതെന്താ മനസ്സിലായില്ല. അങ്ങനെ പറ, അങ്ങനെ മലയാളത്തിൽ പറ. രണ്ടുപേർക്ക് ഇംഗ്ലീഷ് അറിയുന്നുണ്ട്, ഞാൻ പറഞ്ഞതാ. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലാത്ത ചേച്ചിക്ക് അറിഞ്ഞൂടെ? അല്ല, ഇദ്ദേഹം ക്രിക്കറ്റർ ആവാൻ പോയ ആളാണ് ഇല്ലേ? ലീഗ് ക്രിക്കറ്റ് കളിച്ചില്ലേ? അത് earlier I wanted to be ആദ്യം ക്രിക്കറ്റർ ആണെന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. പിന്നെ I left it early at 22 itself. I left. അതുകൊണ്ട് then I came here. I acted in one scene in iwith as atmosphere. അപ്പൊ കിട്ടിയ കൊതിയാണ് ഇത്. ഫ്രണ്ടിലായിരുന്നു മണിസാറാണ് ഫസ്റ്റ് ഫോക്കസ് ചെയ്തത്. ഫോക്കസ് ഒന്നല്ലേ, ബാക്കിൽ ഇങ്ങനെ വന്നപ്പോ എല്ലാരും, oh, you acted in iwith. I didn't act, just standing. But I liked that attention. Then I thought, okay, let me learn. Then I started theatre, then hospital clowning. Then അങ്ങനെ started. Oh, nice. അവിടെ എങ്ങനെ പോയി Settle, I used to work part-time job, survey jobs, post-college. Okay. Like, but you was also in theatre, right? Little post theater. That only. Oh, little theatre, yeah. Appo part-time job ചെയ്യുമ്പോൾ അതേ company were giving original students for the movie. There were a lot of students. Okay. I said, shooting പോറீங்களா? I said, definitely part-time job only. No, that's how I ended up there. I understand. Yeah. So that's how it started. Yeah, that's. വില്ലന്മാർ, ഇപ്പം നിങ്ങൾ കന്നഡ വില്ലൻ, തമിഴ് വില്ലൻ, മലയാളം വില്ലൻ, എന്താണ് ഡിഫറൻസ്? പല ഓഡിയൻസിനും പല തരത്തിലുള്ള വില്ലന്മാരെയാണ് ഇഷ്ടം. ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുന്ന ഗബ്ബർ സിംഗ് തൊട്ട് ഷാക്കാൽ തൊട്ടുള്ള ആൾക്കാരുണ്ട്. ഇവിടെ വന്നാൽ വേറെ പലതരത്തിലുള്ള വില്ലന്മാരുണ്ട്. സോ വെൻ യു ഹാവ് സീൻ ദിസ്, എപ്പോഴും ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്? ആക്ച്വലി എന്താ വെച്ചാൽ ഞാൻ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഇന്നൊരു റോൾ ആക്ച്വലി ഐ ഹാവ് സ്റ്റാർട്ടഡ് ഡൂയിങ്. ആൻഡ് ഇൻ ടർബോ യു ഡിഡ് എ തമിഴ് വില്ലൻ. But still, every language has its own body language. Every culture has its own body language. For example, in Tamil cinema, when somebody cries loudly, so I was telling a fellow actor of mine, like, how can people cry like this? I said, no. അങ്ങനത്തെ ആൾക്കാരുണ്ട്. Yeah, like an ഒപ്പാരി പാട്ടുണ്ട്. They have actually made art out of mourning. അത് ഈ രാജസ്ഥാനിലെ റുദാലി. അതെ, റുദാലി ഉണ്ട്. അവിടെ റുദാലി ഉണ്ട്, ഇവിടെ ഒപ്പാരി പാട്ടുണ്ട്. So every culture has its own tone, its own body language. Okay. Appo the moment a character comes out of that culture, adu maru, adu matra ullu. But if you observe, every state has different body language as well. ഇപ്പോ എന്റെ നാട്ടില് ഉത്തര കർണാടകയുടെ ബോഡി ലാംഗ്വേജ് ആണ് കുറച്ചും കൂടി ലവ്ഡ് ആണ്. ബോഡി മംഗളാപുരത്തിന്റെ ഈവൻ ദോ ഹീസ് എ റൗഡി, ഹീസ് ലൈക്ക് ഹൗ യു, ദിസ് ഇസ് ദ ടോൺ ഹി സ്പീക്സ് ബിക്കോസ് ഓഫ് ദ ലാംഗ്വേജ്. സോ ഇപ്പൊ നമുക്ക് ആ ക്യാരക്ടർ റൈറ്റിംഗിൽ വേറെ വേറെ ഒരു ഇത് വരും. ആക്ച്വലി there is no difference between three villains as per se. Like, and it's about the culture and where is he coming from. Even though, like, with Turbo, even though he wears a very vesty, the language is sophisticated because the director told he is very educated. അപ്പൊ അവന്റെ സ്റ്റൈല് മാറും, അവന്റെ ബോഡി ലാംഗ്വേജ് മാറും. There is a fluence in it. With Dancing Rose, he has sophistication when it comes to the
Kickboxing. boxing. I mean, the game. Outside it, he still lives in the slums. That's the difference, I think. പെപ്പെ ഈ സിനിമയിൽ RDXൽ ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോൾ കഴിഞ്ഞ ഇതേ കാലത്ത് പറഞ്ഞു, എന്നെ ഇടിച്ച് ഊപ്പാടളക്കി മാസ്റ്റർ അൻപരിവ് എന്ന് പറഞ്ഞു. ഈ ഇതില് ഊപ്പാട് ചുരുക്ക് വഴിയാണോ, എങ്ങനെയായിരുന്നു ഫൈറ്റ്? എല്ലാ തരത്തിലും കടലിന്റെ വക ഒരു സ്പെഷ്യൽ അപ്രീസിയേഷൻ കിട്ടിയിരുന്നു. പിന്നെ ഫൈറ്റ് ഉണ്ട്, കുറെ ഫൈറ്റ് ഉണ്ട് ഇവിടത്തില്. സോ ഒരു ദിവസം ഫൈറ്റ് എടുക്കുന്ന സിനിമ ഒരു ദിവസമാണെങ്കിൽ താങ്കളുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? ഒരു പ്രിപ്പറേഷൻ ഇല്ലാണ്ട് അവിടെ പോവാ, ഒന്നും ആലോചിക്കാതെ അവിടെ പോയി നിന്ന് കൊടുക്കുക, ബാക്കി മാസ്റ്റർമാര് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ഇതിന് സ്റ്റണ്ട് മാസ്റ്റർ ആരായിരുന്നു? തപ്സി മാസ്റ്റർ ഉണ്ടായിരുന്നു, കല മാസ്റ്റർ ഉണ്ടായിരുന്നു, പ്രഭു മാസ്റ്റർ ഉണ്ടായിരുന്നു. 3 മാസ്റ്റർമാരും കൂടി, ഒരാൾ കൂടി ഉണ്ടായിരുന്നു, വിക്രം മോർ, നമ്മുടെ പുള്ളി കാന്താരയുടെ പുള്ളി ഉണ്ടായിരുന്നു. പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, അയ്യോ മാസ്റ്റർ ക്ഷമിക്കണേ. താങ്കൾക്ക് വിചാരിച്ചിട്ടുണ്ടോ ഓ ഇത് എനിക്ക് ഓക്കെ ഷോട്ടാണ്, ഇത് ഡയറക്ടർക്കും ചിലപ്പോൾ ചെയ്തു, പക്ഷെ സ്റ്റണ്ട് മാസ്റ്റർക്ക് സന്തോഷമായിട്ടാവില്ല. അപ്പൊ മനസ്സിൽ എന്തെങ്കിലും തോന്നാറുണ്ടോ, ദൈവമേ ഇനിയും ചെയ്യണമെന്ന്? അല്ല, അത് ചില സമയത്ത് നമ്മുടെ ഇതിപ്പോ നമ്മൾ മാക്സിമം ആത്മാർത്ഥത കാണിച്ച് ചെയ്യുമ്പോ ചിലപ്പോ ശരിയായില്ലെങ്കിൽ അതെന്ത് കോപ്പത് അങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ ഇതിൽ സ്പെസിഫിക്കലി കടലിലായതുകൊണ്ട് നല്ല പാടാ, കാരണം ഇത് ബാലൻസ് ചെയ്ത് ബോട്ടിലാകെ കുറച്ച് സ്പേസ് ഉള്ളൂ. പിന്നെ വെള്ളം അവര് ഇങ്ങനെ ബോട്ടില് ക്യാമറയുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടി വെള്ളം ഏത് നേരം അപ്പൊ അതും കൂടി ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമ്മളിത് ഇതും ചെയ്യണം, സ്റ്റണ്ടും ചെയ്യണം. സോ താങ്കൾക്ക് ഈ ആക്ഷൻ ഹീറോ എന്ന് പറയുന്ന ഒരു പരിവേഷമായി, റൊമാൻസ് ഒന്നും ഇപ്പൊ അങ്ങനെ അധികം വരില്ല. വെയിറ്റ് ആൻഡ് സീ, അതൊക്കെ വരും. രാജിനെ എപ്പോഴും ഞാൻ യു ആർ ഓൾവേസ് ബീൻ എന്താ പറയുക, റൈറ്റേഴ്സിനെ കുറിച്ച് ഒരുപാട് താങ്കൾ എഴുതി കണ്ടിട്ടുണ്ട്. ഐ മീൻ റൈറ്റേഴ്സിന് ശരിക്കും റെക്കഗ്നേഷൻ കിട്ടുന്നില്ല എന്നുള്ളത്. Is it still the case? It is always the case. It is always the case. പക്ഷെ മലയാളത്തിൽ കുറച്ചും കൂടി അതില് ഒരു മാറ്റം ഉണ്ട്. എന്താ വെച്ചാൽ ഇപ്പോ ടർബോല് അതിന്റെ റൈറ്ററുടെ പേരും ആക്ച്വലി ഇറ്റ് കെയിം എവരിവെയർ. Midun. Midun. And Shyam Pushkaran's name is like in the forefront always. Correct. That makes me very happy. അങ്ങനെ റൈറ്ററുടെ പേര് വന്നാൽ I think that industry is doing well. That's what we can say. താങ്കൾ എപ്പോഴും ആക്ച്വലി ഭയങ്കര പങ്ക്ച്വൽ ആയിരുന്നു, ഞാൻ കേട്ടു. സമയത്തിന് എത്തുമായിരുന്നു. ഞാനും അതെ, കടലിലാണല്ലോ, ഒരുമിച്ചല്ലേ പോണല്ലേ. ഇന്റർവ്യൂവിന് 25 മിനിറ്റ് ലേറ്റ് ആണ് നോക്കുന്നത്. പക്ഷെ ഞാൻ എന്റെ സുന്ദര കുട്ടപ്പനായതുകൊണ്ട് ഞാൻ എന്റെ പൊന്നു ചേച്ചി വണ്ടി കേടായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ എത്താറില്ലേ. RDX ഞാൻ എത്ര മണിക്കൂർ ലേറ്റ് ആയിട്ട് വന്ന? 3 മണിക്കൂറിൽ ലേറ്റ് ആയുള്ളൂ. അല്ല, അതിനു മുമ്പ് അജഗജാന്തരം 8 മണിക്കൂർ. അയ്യോ, അത് ആ സമയത്ത് ഞാൻ ഇവിടെ വേറെ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുന്നില്ലേ. അത് കറക്റ്റ്. ഓക്കെ, സോ ഇദ്ദേഹം വളരെ പങ്ക്ച്വൽ ആയിരുന്നു. ആൻഡ് യു ഓൾസോ AD മാതിരി കണ്ടിന്യൂറ്റി ഒക്കെ കൃത്യമായി ഡയറക്ടറോട് പറഞ്ഞു ഇതെല്ലാം പടച്ചു വിടുന്നത്. But yeah, I worked as an AD in my earlier couple of movies. One movie from discussion till first copy I worked. So, and adile eniki action continuity and set continuity. So every time I'm like, look, I'm not looking at the monitor. Monitor nokna performance nalla. Oh, ee kai ivada undu. Okay, ready. Next. Good one. Because I remember sitting on the edit table and editors like, ivanku ver pani illa. So I don't want to get the same blame. Correct. Actually, when I saw him in a sequence, he had a fall, like he needs to fall. And he's falling 8 times, 9 times. I'm going and telling like, why are you making him fall so many times? You plan it well. Like, I'm getting angry. Because I really feel sad when, one person need to do it again and again. എനിക്കത് കുറച്ചും കൂടി പാടാ. Like, കാണുമ്പോൾ. Actually, he used to be there and I'm like, looking at him and then, why is that happening? And then I'm going to, but there are things that happens in the shoot that you cannot avoid. But honestly, I love the fall because if you my training involves a lot of falls. Fall because I feel an actor should not just practice dishum, should also practice falls so that people can. മറ്റേ എന്താ അതിനെ പറയണേ, parkour അറിയാം. പ്രണവ് ചെയ്തതല്ലേ? So yeah, that way I enjoyed stunts and all. അതേപോലെ നമ്മളിപ്പോ ഈ ഫൈറ്റ് ചെയ്യുമ്പോ പുള്ളി എല്ലാം പുള്ളിക്കറിയാം. അതായത് ഈ സ്റ്റെപ്പ് കഴിയുമ്പോ ഈ സ്റ്റെപ്പ് ഇടാ, ഈ സ്റ്റെപ്പ്, അപ്പൊ ഞാൻ സ്റ്റെപ്പ് പറഞ്ഞു ഈ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് അപ്പൊ പുള്ളിയോട് അടുത്ത് അത് പറഞ്ഞ മയ്യേ, അങ്ങോട്ട് ക്യാമറ ഇങ്ങോട്ട് വരാണെങ്കിൽ പറഞ്ഞോ പുള്ളിക്കറിയാം, കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു. My goodness, this is
is too He's good. being humble. There is one sequence I need to explain. I told many people, like, me and him, I will explain in English because... അപ്പൊ എനിക്ക് മനസ്സിലാവില്ല ധൈര്യമായിട്ട് So, we were sitting in the beach and we are far from the shoot and we are sitting. And there was one person who had drunk a little. And he wanted to show that, this is my territory. So we are actually looking at the beach. He came from maybe 120 meters. He came in front of us and peed in front of us and went back. And this person is like, don't take it seriously, okay? I'm like, okay. He just wanted to show that this is his place. Let him show. I don't think anybody would do that. And he also wanted to comfort me because I have come from other place. Yeah. So he wanted to safeguard his, interest of his place and his people. And and I can understand. I don't have any problem a person being like, okay, congratulations, everything is working fine. Yeah, good for you. ആക്ച്വലി ഈ സിനിമയുടെ വേറൊരു നെടുന്നൂടെന്ന് പറഞ്ഞാൽ സോഫിയ പോൾ ആയിരിക്കും. സോ സോഫി ചേച്ചി എനിക്ക് പണ്ട് ഇന്റർവ്യൂമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, സോഫി ചേച്ചി ഫോളോ അപ്പിൻ്റെ ആളാണ്. ഒരാളെ വിളിച്ചിട്ട് അയാൾ ഫോൺ എടുത്തില്ലെങ്കിൽ അയാളെ ടെക്സ്റ്റ് ചെയ്യും, അയാൾ ടെക്സ്റ്റ് എടുത്തില്ലെങ്കിൽ ലാൻഡ് ലൈനിൽ വിളിക്കും, ലാൻഡ് ലൈനിൽ വിളിച്ചില്ലെങ്കിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും, ഇൻസ്റ്റയിൽ വിളിക്കും. സോ ഹൗ വാസ് വർക്കിംഗ് വിത്ത് സോഫിയ പോൾ? I think I had a very small this thing, and she used to come to set. She used to ask opinions also. What do you feel? You are happy, right? And with food and with shots and with treatment and everything, she wanted to make sure that you are having a good time. One thing, and also cinema is getting benefited. എനിക്ക് പിന്നെ സോഫി ചേച്ചി തറവാട്ടിലേക്ക് പോയ മാതിരിയാ. അതെ, കറക്റ്റ്. She's a sweetheart. Like he said, she knows she's not just there to be the producer. Correct. She's like taking care. Every time I'm there, she's like, okay, no. And even planning wise, she's there because she's doing everything. Boss, yeah. I want to ask you one question. എല്ലാവരും കിക്ക് ബോക്സിംഗ് അല്ലെങ്കിൽ ബോക്സിംഗ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ മൈക്ക് ടൈസനെ ഓർമ്മ വരും. Why did you go for Naseem Ahmed from UK? Naseem Ahmed was the reference I was given. Okay. But I didn't follow him, to be honest. Okay. This is the first time saying it out in an interview. I followed somebody called an Emmanuel Augustine. Okay. Because Naseem Hamid, in the attitude, whenever I watched the video, I thought it came from his stature or his prince-like stature. But Emmanuel Augustine, his attitude came from his skill, I thought, which is what Rose was. Okay. Immediately I got hooked on. Rose's attitude came from his ability, his self-confidence. Yes. So that was the reference I was given. ഈ സിനിമയിലെ ലവ് ഇൻട്രസ്റ്റ് ഫീമെയിൽ നിന്റെ കാമുകിയാണ്. നിന്റെ കാമുക അങ്ങനെ ലവ് ഇൻട്രസ്റ്റ് ചുമ്മാ ഉണ്ടാക്കത് അല്ല, കൂടെ അഭിനയിച്ച ആളെ പറ്റിയാണോ? അതെ, അങ്ങനെ പറയാം മലയാളത്തിൽ. ഇതിനെ ആക്കിയതാ. നിനക്ക് ലവ് ഇൻട്രസ്റ്റ് അറിയില്ല അല്ലേ? പ്രതിഭ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. പുള്ളിക്കാരി തമിഴാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ താങ്കൾ മുഴുവൻ എപ്പോഴും ഫൈറ്റും വെള്ളത്തിലുമാണല്ലോ. ഇടയ്ക്ക് ഞാൻ കരയിലൊക്കെ വന്ന് പോകും. ഡാൻസും പാട്ടും മറ്റേ സോങ്സ് ഭയങ്കര ഡാൻസും അതും പറഞ്ഞു. ഇടി കഴിഞ്ഞാൽ ഡാൻസ്. ഇതിൽ ഡാൻസ് ഉണ്ടോ? ഇതില് ഇല്ല ഡാൻസ്. ചെറിയ ടപ്പാങ്കുത്തു പോലെ കുഞ്ഞു പരിപാടികൾ. ഷൂട്ട് കഴിഞ്ഞാൽ എവറി ഈവനിങ് ഡാൻസ് ഉണ്ട്. അതൊന്ന് കേൾക്കട്ടെ. അത് നമ്മള് കടലിൽ പോയിട്ട് തിരിച്ചു വരില്ലേ, തിരിച്ചു വന്നു കഴിയുമ്പോ ഷൂട്ടിന് പോകുമ്പോ തിരിച്ചു വന്ന ഒരു ഇതുണ്ട്, ഒരു 6 മണി 6:30 ഒക്കെ ആവുമ്പോ. അപ്പൊ ആരെങ്കിലും ഒരാള് പാട്ട് പാടും, എല്ലാവരും ഡാൻസ് കളിക്കും ബോട്ടില്. ഭയങ്കര ഭയങ്കര അടിപൊളിയാണ്. അജിത്ത് പറഞ്ഞു ഈ സിനിമയിൽ ഞാൻ പെപ്പയിലേക്ക് എത്താനുള്ള കാരണം എന്താണ്. ആക്ച്വലി ഫസ്റ്റ് ലൈൻ കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു, കാരണം പെപ്പയാണത് കറക്റ്റ് എന്ന്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലുക്ക് ആൻഡ് യുവർ എന്താ പറയുക ആക്ഷനൊക്കെ ആയിരിക്കും. ഫറമൻ RDXലും അടി ഉണ്ടാക്കുന്ന ഒരു കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ മുഹൂർത്തങ്ങളും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു. ഞാൻ വലുതായിട്ടല്ലോ നല്ലോണം പ്രണയുണ്ടായിരുന്നു അതിനകത്ത് കുഞ്ഞ് കോമഡി, അതായത് അങ്ങനെ കുഞ്ഞ് ആൾക്കാരൊക്കെ ചിരിക്കണ്ടായിരുന്നു ഞാൻ ഏതാണ്ടൊക്കെ ചെയ്യുമ്പോ. അപ്പൊ അല്ല, അങ്ങനെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള ശ്രമമുണ്ട്. എന്നാ ആക്ഷൻ പടങ്ങളും ചെയ്യും. അതിന്റെ ഒപ്പം നമ്മളിപ്പോ കഥകളൊക്കെ കേൾക്കണ്ടല്ലോ, ഏതെങ്കിലും ദൈവതമ്പുരാൻ അനുഗ്രഹിച്ച് കൃത്യമായിട്ട് നല്ല സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും. അല്ല, സോ ഈ സിനിമ കൊണ്ടൽ എന്ന് പറഞ്ഞാൽ കടൽ കാറ്റ് എന്നാണ് അർത്ഥം, റൈറ്റ്? അതായത് കിഴക്കുന്ന് വരുന്ന കാറ്റിനെയാണ് കൊണ്ടൽ എന്ന് പറഞ്ഞത്, വിച്ച് ഇസ് ആക്ച്വലി എക്സ്പ്ലെയിൻസ് എന്താ ഫെർട്ടിലിറ്റി എന്നും റെയിൻ എന്നൊക്കെ ഉള്ള അർത്ഥങ്ങൾ ഞാനിവിടെ വായിച്ചു കണ്ടു. സോ നിങ്ങൾക്ക് കൊണ്ടൽ എന്ന് പറയുന്ന ഒരു നൈസ് ബ്രീസ്, കാരണം കടലിൽ പലതരത്തിലുള്ള കാറ്റുകളുണ്ട്, ഇതെങ്ങനെയാണ്?
ഞാൻ കൊണ്ടൽക്കാറ്റിനെ ഞാൻ കാണുന്നത് ഒരു നായകനെ അനുകൂലമായിട്ട് അല്ലെങ്കിൽ വിജയിക്കുന്നവന് അനുകൂലമായിട്ട് വീശുന്ന ഒരു കാറ്റ്. അതായത് വിജയിക്കാൻ വേണ്ടി ഉള്ളവന് വേണ്ടിയുള്ള ഒരു കാറ്റ്. എത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അതെല്ലാം, അതായത് പ്രശ്നങ്ങളുണ്ടാവും, അതെല്ലാം ഫേസ് ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അനുകൂലമായിട്ടൊരു കാറ്റ് വീശും. ആ കാറ്റ് വീശുമ്പോൾ കയറി അടിക്കുക. അപ്പം നമ്മൾ അതാണ് എൻ്റെ മനസ്സിലുള്ള കൊണ്ടൽ. ഓക്കെ, വാട്ട് അബൌട്ട് യു രാജ്? I think for me, that Kondal was the cinema chose me and I chose cinema. Right. That moment was it. What about you? I mean, I would love to answer this with regard to this movie. I loved working with Ajit because and the ego ki trigger ayna result. I don't want this. First thing was I like it, but kuda than ego varunundu. Okay, I'm going to become a better actor. So, and even yesterday when I met him, I had a patch dubbing. I was just telling him I love working. Even dubbing also is like that. He just won't let you. And he'll come like, Kursi. my head will be shaking. I want to also know, താങ്കൾ സിനിമ കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ചെന്നാൽ സിനിമയെ പറ്റി ഒരു സംസാരവും ഇല്ല, ഇല്ല, ഒന്നും? I don't like speaking about cinema at all. Oh. I don't discuss cinema with people. Nothing like that. I don't think I have discussed cinema with him. I asked, and he has said where he took the reference of. We discussed boxing actually. And with him also, I discussed boxing. I also punched and we fought. And I made him lose. Now he doesn't fight with me at all. So, thank you so much for spending time with me. It's brilliant. Lot of good conversation. നിങ്ങളെ ഒരിക്കലും കണ്ടിട്ടില്ല, താങ്കളെ കണ്ടിട്ടില്ല. അദ്ദേഹം നമ്മുടെ കുട്ടിയാണ്. അതുകൊണ്ട് അപ്പോൾ 13-ാം തീയതിയാണ് നമ്മുടെ പടം ഇറങ്ങണത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. കടൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് നമ്മുടെ പടത്തിൽ. അതൊരു പുതിയ അനുഭവമായിരിക്കും. കാരണം 80% കടലിലാണ്. പിന്നെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കടലിലുള്ള തന്നെ കുറച്ച് പരിപാടികളുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യുക, ഞങ്ങളെ വിജയിപ്പിക്കുക. ബോട്ട് ചോദിക്കണം മാതിരി. What do you want to tell the Malayalam audience after Turbo? Thank you, that's all. Because the way they have accepted from Garuda Gaman actually. Turbo was another correct acceptance from them. So please watch on September 13th. September 13th. ഓണത്തിന് ഫിലിം വരുന്നുണ്ട്, എല്ലാവരും കാണാം. Make this a success and thank you. I like Raj said, even for Dancing Rose or King of Kotha, I've had good acceptance. Malayalam audience. I mean, I love working with him, and Raj was special for me. So watch this Onam September 12th and 13th, September 13th. அன்னை தலைவரே டேட் எல்லாம் தப்பா சொல்றேன். September 13th பார்த்து சொல்லுங்க, என்ஜாய் பண்ணுங்க and make this a success. Thank you.